കാവേരി നദീജല തർക്കത്തിൽ ഇന്ന് കർണാടകത്തിന് നിർണായകം. തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കർണാടകമുള്ളത്. കർണാടകത്തിന്റെ അപ്പീൽ ഇന്ന് CWMA പരിഗണിക്കുകയാണ്. വിവരങ്ങൾ KB ശ്രീധരൻ നൽകും ബംഗളൂരിൽ നിന്ന്. ശ്രീധരൻ, ഇപ്പോൾ വിജയ് അല്ലെങ്കിൽ DK ശിവകുമാർ ഒരു ചർച്ച നടക്കുമെന്നൊക്കെ വാർത്തകൾ വന്നതാണ്. സർക്കാരുകളും ഇത്തരം ഈ വിഷയങ്ങളിലൊക്കെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ, അത് പക്ഷേ കോടതിയുടെ വഴിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്താണ് വിവരം? തീർച്ചയായിട്ടും ഇതൊരു വലിയ തർക്കമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഒരു ദിവസം 3500 ക്യൂസെക്സ് വെള്ളം വിട്ടു നൽകണം, തമിഴ്നാടിന് വിട്ടു നൽകണം എന്നുള്ളതാണ് കാവേരി നദീജല റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഉത്തരവുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് നദീജല മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഇപ്പോൾ കർണാടകം അപ്പീൽ നൽകിയിരിക്കുന്നത്. ഈ അപ്പീലാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് പരിഗണിക്കുന്നത്. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഈ അപ്പീൽ തള്ളുകയാണെങ്കിൽ, വെള്ളം വിട്ടുകൊടുക്കണം എന്നുള്ള നിലപാട് ഈ CWMAയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർണാടകയിൽ കാര്യമായിട്ട് മഴയ്ക്ക് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പല ഡാമുകളിൽ, ഏറ്റവും പ്രധാനം കാവേരി നദിയിലുള്ള KRS ഡാമിലൊക്കെ ഈ ഏതാണ്ട് 35% മാത്രമേ, സംഭരണശേഷിയുടെ 35% മാത്രമേ വെള്ളമുള്ളൂ. അതുകൊണ്ട് ബംഗളൂരു നഗരത്തിൽ ഉൾപ്പെടെ ഈ കുടിവെള്ളം വിതരണത്തെ ആശ്രയിച്ചിരിക്കുന്നത് കാവേരിയിലെ വെള്ളമാണ്. ഈ കാവേരിയിലെ വെള്ളമില്ലാത്തത് ആ സമയത്ത് തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കർഷക സംഘടനകളും കന്നഡ രക്ഷാവേദി ഉൾപ്പെടെയുള്ള സംഘടനകളും വലിയ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഈ കർണാടകയിൽ ഒരു ബന്ദിന് വരെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് നാളെ കന്നഡ സംഘടനകളുടെ ഒരു യോഗം വെച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ബന്ദിനെ കുറിച്ച് ആലോചിക്കും. എന്നാൽ ഇങ്ങനെ അതിസങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. 2016 സമാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ വലിയ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഈ സങ്കീർണമായിട്ടുള്ള വിഷയത്തെ കരുതലോടുകൂടി തന്നെയാണ് ഇരു സംസ്ഥാന സർക്കാരുകളും കാണുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആഗസ്റ്റ് 3 തിങ്കളാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ CWMAയുടെ വിധി എന്തായിരിക്കും, അപ്പീലിനുള്ള വിധി എന്തായിരിക്കും, അതുപോലെ തന്നെ മറ്റ് അടുത്ത നീക്കം എന്തായിരിക്കും, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആ മീറ്റിംഗ് നടക്കാൻ സാധ്യതയുള്ളൂ. ഏതായാലും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നുണ്ട് ക്യാബിനറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട്. ഏതായാലും CWMAയിൽ അപ്പീൽ തള്ളുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക.